അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, കഴിഞ്ഞ ഒക്ടോബർ 18-ന് അങ്കടിമുഗറിലെ ഖത്തീബ് നഗറിൽ സുന്നി ആദർശ സമ്മേളനം നടക്കുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ച് ഈയുള്ളവനായിരുന്നു സ്വാഗത പ്രഭാഷണം നടത്തിയിരുന്നത്. ആ പ്രഭാഷണത്തിലെ ചില ശകലങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് മറുപടി എന്നോണവും അതിനുള്ള ഖണ്ഡനവും എന്നോണവും ചില ആളുകൾ, പ്രത്യേകിച്ച് മുജാഹിദ് പ്രസ്ഥാനക്കാർ പ്രചരിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആശയപരമായി നേരിടാനോ പ്രമാണങ്ങൾ നിരത്തിക്കൊണ്ട് അതിനെ ഗണ്ണിക്കുവാനോ ഒരാളും ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനെ അവർക്ക് സാധിക്കുകയുമില്ല. ഏതായാലും എനിക്ക് പേരോ നാടോ ഒന്നും അറിയാത്ത ഒരു വ്യക്തി തൻ്റെ സ്വന്തം ചാനലിൽ എനിക്ക് മറുപടി എന്നോണം ഒരു വീഡിയോ ചെയ്തതായി ചില സഹോദരന്മാർ, സുഹൃത്തുക്കൾ അയച്ചു തന്നു. ആ വീഡിയോയിൽ 13 മിനിറ്റ് ദൈർഘ്യമുള്ള ആ വീഡിയോയിൽ അദ്ദേഹം ഞാൻ പറഞ്ഞ ഒരു ആശയത്തെയും ഗണ്ണിക്കാൻ പ്രാമാണികമായി എന്തായാലും സാധ്യമല്ല. പക്ഷെ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞിട്ടെങ്കിലും അദ്ദേഹത്തിന് ഗണ്ണിക്കാമായിരുന്നു. പക്ഷെ അദ്ദേഹം ഒരു ഖണ്ഡനവും അതിൽ പറയുന്നില്ല, മറുപടിയും പറയുന്നില്ല. എന്ന് മാത്രമല്ല, മുജാഹിദുകളുടെ അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനക്കാരുടെ സ്ഥിരം പരിപാടിയായ ആക്ഷേപവും പരിഹാസം മാത്രമാണ്. ബട്ട് നല്ല ട്രോളാനുള്ള ഭാവി അദ്ദേഹത്തിനുണ്ട്. എന്തും ട്രോളാൻ കണ്ടന്റ് ഒന്നും വേണമെന്നില്ലല്ലോ. അടിച്ചാക്ഷേപിച്ചാൽ മാത്രം മതി, പരിഹസിച്ചാൽ മാത്രം മതി. അതിനുള്ള ഭാവി അദ്ദേഹത്തിനുണ്ട്. പിന്നെ ഖണ്ഡനമൊക്കെ പറയുമ്പോൾ ഒരു ആലിമാണെങ്കിലല്ലേ പ്രമാണങ്ങൾ നിരത്തുള്ളൂ, അല്ലെങ്കിൽ ഒരു ഇബാറത്ത് പറയുക, അല്ലെങ്കിൽ പറഞ്ഞ വിഷയത്തെ ഗണ്ണിക്കുക. അതൊന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ഞാൻ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിൻ്റെ വീഡിയോ വെച്ച് നിങ്ങൾക്ക് അതിലൊരു ക്ലാരിഫൈ സാധാരണക്കാരായ ആളുകൾക്കും അതുപോലെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് തുടക്കത്തിൽ തന്നെ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വ്യക്തിയെക്കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇദ്ദേഹത്തെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് ഷെയർ ചെയ്യാം. തവസ്സുൽ ഇസ്തിഗാസ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണല്ലോ ഇങ്ങനെയുള്ള സംസാരവും വിശദീകരണവും ഒക്കെ വരുന്നത്. ആ വിഷയത്തിൽ സംസാരിക്കാനും സംവാദം നടത്തുവാനും ഈ മാന്യനായ വ്യക്തി തയ്യാറുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഉള്ളവനെ ഒന്ന് അറിയിക്കണമെന്ന് സ്നേഹത്തോടെ ആമുഖമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി അദ്ദേഹത്തിന്റെ ആ ഒരു വാദഗതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആരെയും വ്യക്തിപരമായി ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. ഇല്ല, അത് വഹാബ് സക്കാഫി MT ദാരിമി വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നല്ല അവർ പോകുന്നത്. വഹാബ് സക്കാഫി ഉസ്താദും MT ഉസ്താദും വന്നപ്പോൾ ആരെയും അധിക്ഷേപിക്കാനല്ല എന്ന് മനസ്സിലായി എന്ന് അദ്ദേഹം പറഞ്ഞു. മുജാഹിദ് ബാലുശ്ശേരി നടത്തിയ പ്രഭാഷണത്തിനുള്ള ഖണ്ഡനമാണ് അവിടെ നടന്ന സുന്നി സമ്മേളനത്തിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത്. ആ ബാലുശ്ശേരി ഒരു വലിയ ഒരു സമുദായത്തിന്റെ നേതാവിന്, മഹാനായ AP ഉസ്താദിന് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത്രത്തോളം സംസ്കാരമില്ലായ്മ ഞങ്ങളുടെ സ്വഭാവത്തിൽ പെട്ടതല്ല. അദ്ദേഹം ഇരുന്ന് വാങ്ങിയതാണ്. വടി കൊടുത്ത് അടി വാങ്ങുക എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതിന് ഞാനെന്ത് വിചാരിച്ചു? അദ്ദേഹം അത് പറഞ്ഞു, അതിനുള്ള മറുപടിയും അവരിൽ നിന്ന് കിട്ടി. അതിന് ഞാനെന്ത് വിചാരിച്ചു? അതുകൊണ്ട് അത് വെറും അപ്രസക്തം മാത്രമാണ്. പിന്നെ മങ്കൂസ് മൗലൂദിൽ നോക്കണമെന്നാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്. മങ്കൂസ് മൗലൂദിൽ നോക്കണമെന്ന് എൻ്റെ പൊന്ന് സഹോദര, മങ്കൂസ് മൗലൂദ് ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല. അത് അറബിയിലാണ് ഉള്ളത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലാവാനാ? പൂച്ചക്ക് പൊന്നൊരുക്കുന്നിടത്ത് എന്ത് കാര്യം എന്ന് ചോദിക്കാറുണ്ടല്ലോ ആൾക്കാരൊക്കെ. അതേപോലെ നിങ്ങൾക്ക് എന്ത് മങ്കൂസ് മൗലൂദിൽ കാര്യം? അതുകൊണ്ട് മങ്കൂസ് മൗലൂദ് ദയവ് ചെയ്ത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പറ്റുന്നത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. ബാക്കി നോക്കാം നമുക്ക്. സഹീ മുസ്ലിമിലെ കാര്യം സഹീ മുസ്ലിമിൽ നോക്കണം എന്ന് പറയും, ബുഖാരിയിലുള്ള കാര്യം ബുഖാരിയിൽ നോക്കണം എന്ന് പറയും. അതൊരു നല്ലൊരു വാദമാണ്. ബുഖാരിയിലുള്ള കാര്യം ബുഖാരിയിൽ നോക്കണം എന്ന് പറയൂ, മുസ്ലിമിലുള്ള കാര്യം മുസ്ലിമിൽ നോക്കണം. ഈ സഹീ മുസ്ലിമിലുള്ള കാര്യം അംഗീകരിക്കാൻ തയ്യാറാണോ? നിങ്ങൾ ഇനി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് തുറന്ന് പറയണം കേട്ടോ. വേറൊന്നിനല്ല, നമ്മുടെ നാട്ടിൽ ഇനി ദിക്ർ മജ്ലിസ് ഒക്കെ നടക്കുമ്പോൾ നിങ്ങളെ ക്ഷണിക്കാനാണ്. കാരണം എൻ്റെ കയ്യിൽ ഇതാ സഹീ മുസ്ലിമാണ് അല്ലെ. ഇതെങ്കിലും നിങ്ങൾക്ക് മങ്കൂസ് മൗലൂദ് എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റൂലല്ലോ. ഇതിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഇതില് ബാബു ഫദ്ലി മജാലിസി ദിക്ർ 2689 ഹദീസ് മുതലാണ് ആരംഭിക്കുന്നത് കേട്ടോ. ഈ ബാബു ഫദ്ലി മജാലിസി ദിക്റിന്റെ മജ്ലിസുകളുടെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുന്ന ബാബു. ഇത് നിങ്ങൾ അംഗീകരിക്കോ? അംഗീകരിക്കില്ലെങ്കിൽ സ്ഥിരം പരിപാടി പോലെ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, ഇൻഷാ അല്ലാഹ് ബാക്കി പറയാം. ഖുർആനിലുള്ള കാര്യം ഖുർആനിലുണ്ട് അത് നോക്കണം എന്ന് പറയും. നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ മങ്കൂസ് മൗലൂദിലുണ്ട് എന്ന് പറയും. ഖുർആനിൽ നോക്കേണ്ട കാര്യം ഖുർആനിലുണ്ട് എന്ന് പറയും. നിങ്ങളോ മങ്കൂസ് മൗലൂദിലുണ്ട് എന്ന് പറയും. എൻ്റെ സഹോദര, ഇത്തിരി നിങ്ങൾക്ക് ഒരു ഈമാൻ ഉണ്ടെങ്കിൽ ചോദിക്കട്ടെ, ഏതെങ്കിലും ഉലമാക്കൾ, ഞങ്ങളുടെ പണ്ഡിതന്മാർ പ്രാമാണികമായ ഏതെങ്കിലും ഒരു ഗ്രന്ഥങ്ങളുടെ പകരത്തിന് മങ്കൂസ് മൗലൂദിനെ പ്രമാണമാക്കിയിട്ട് എവിടെയെങ്കിലും പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ പൊതുസമൂഹത്തോട് നിങ്ങളതൊന്ന് പറയണം. പച്ചക്കള്ളം പറഞ്ഞിട്ട് ഈ ഒരു ചാനലിന് ആളെ കൂട്ടാം എന്നല്ലാതെ നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പച്ചക്കള്ളം ഇനി പറയരുത് ദയവ് ചെയ്തിട്ട്.
അതെ ബുഖാരിയിലും മുസ്ലിമിലും നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. ബുഖാരിയിലും മുസ്ലിമിലും നിങ്ങൾ പറയുന്ന കാര്യം ഉണ്ടാവില്ലല്ലോ എന്ന്. അതിനാണ് ഞാൻ ആദ്യം ഇത് തന്നെ പറഞ്ഞത്. ബാബു ഫദ്ലി മജാലിസ് ദിക്ർ. ഈ ദിക്റിന്റെ മജ്ലിസ് ആരാ സംഘടിപ്പിക്കുന്നത്? കേരളത്തിലെ വഹാബി പ്രസ്ഥാനങ്ങളാണോ? മാസത്തിൽ ഒരിക്കലെങ്കിലും ഞങ്ങൾ മജ്ലിസ് ദിക്ർ അല്ലെങ്കിൽ ദിക്റിന്റെ മജ്ലിസ് ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ട്. അത് സ്വഹീഹ് മുസ്ലിമിൽ ഞാനിപ്പോൾ ഉദ്ധരിച്ചതുമാണ്. മറ്റു പല ഹദീസ് കിതാബുകളിലും അതുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുപ്രചരണം അതെവിടെയും വില പോകില്ല കേട്ടോ. കുറച്ച് എന്തെങ്കിലും ഒന്ന് കിതാബായിട്ട് ബന്ധമുണ്ടെങ്കിലല്ലേ പറയുന്ന കാര്യത്തോട് കുറച്ചെങ്കിലും ഒരു നീതി പുലർത്താൻ പറ്റുള്ളൂ. സാരില്ല, നിങ്ങളുടെ സ്ഥിരം പരിപാടി അതുകൊണ്ട് ഇതിൽ അത്ഭുതപ്പെടാനില്ല. ഇമാം നവവി അദ്ദേഹത്തിന്റെ ഷറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, അതായത് സഹീഹ് മുസ്ലിമിന്റെ ഷറയിൽ എഴുതി വെച്ചിട്ടുണ്ട്, മക്കയിലെ മുശ്രിക്കുകൾ വിശ്വസിച്ച അള്ളാഹു വേറെ ഏതോ ഒരു അള്ളാഹുവിലാണ് എന്ന്. അതായത് പേരോട് അബ്ദുറഹ്മാൻ സക്കാഫി പറയുന്ന സാങ്കല്പിക അള്ളാഹുവിലാണ് എന്നാണ് ഇമാം നവവി എഴുതി വെച്ചിട്ടുണ്ട് എന്നായിരിക്കും മുസ്ലിയാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഏതായാലും അദ്ദേഹം ഇമാം നവവിയുടെ ഷറഹ് ഒന്നും എടുത്ത് വായിക്കുന്നൊന്നുമില്ല. അവിടെ അദ്ദേഹം ചെറിയൊരു തടി തപ്പാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അദ്ദേഹത്തിന് ഒരക്ഷരം ഈ ഭാരത്ത് വായിക്കാൻ എന്തായാലും അറിയില്ല. പിന്നെ ഷറഹ് മുസ്ലിം ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. 4 ഈ ഭിത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ഒരു ഗീർവാണം ഒഴിക്കുന്നതിന് പകരം അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിലും എൻ്റെ പൊന്നു സഹോദര ഈ ഭാരത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് വായിച്ചേരി. ഷറഹ് മുസ്ലിം ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഞാൻ വായിച്ചുതരാം. ഞാൻ അവിടെ നമ്മളൊരു പ്രഭാഷണമൊക്കെ നടത്തുമ്പോൾ നമ്മൾക്ക് അറിയുന്ന ഇൽമൊക്കെ വിളമ്പാനുള്ളതല്ല ഒരു പ്രഭാഷണം. ആ സാഹചര്യം മനസ്സിലാക്കി സദസ്സിന് ലളിതമായി ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചിലപ്പോൾ ചുരുക്കി പറയും. സമയം കൂടുതലുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി വിശദീകരിച്ച് പറയും. അതിനർത്ഥം അതില്ല എന്നല്ല. ഷറഹ് മുസ്ലിമിലുണ്ട്, ഞാൻ അത് നിങ്ങൾക്ക് വായിച്ചു തരാം, കൃത്യമായി വായിച്ചു തരാം. ചങ്ങാതി ആ വിഷയം തൊടുന്നു പോലും ഇല്ല. ഇത് വഹാബികളുടെ അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്ഥിരം പരിപാടിയാണ്. ഒരക്ഷരം അദ്ദേഹത്തിന് സംസാരിക്കാൻ തന്നെ ആ വിഷയം പറ്റുന്നില്ല. സ്കിപ്പ് ചെയ്ത് വേറെന്തൊക്കെയോ ട്രോളാൻ വേണ്ടി വെറുതെ ഒരു ആക്ഷേപത്തിന് വേണ്ടി അദ്ദേഹം പിടക്കാണ്. അല്ലാതെ ആ വിഷയ സംബന്ധിയായ ഒരക്ഷരം അദ്ദേഹം ആ 13 മിനിറ്റ് വീഡിയോയിൽ ഒരക്ഷരം സംസാരിക്കുന്നില്ല. എൻ്റെ കയ്യിൽ ഷറഹ് മുസ്ലിമാണ്, ഞാൻ വായിച്ചു തരാം. 1-ാം വാള്യം 174. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഭിസംബോധനം ചെയ്തിരുന്ന ആ സത്യനിഷേധികൾ ആരാധിക്കപ്പെടുന്നത്, അത് വസ്തുവാകട്ടെ വ്യക്തിയാകട്ടെ എന്തു തന്നെയായാലും അവർ ആരാധിച്ചിരുന്നത് ലൈസഹു വല്ലാഹ്, നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥ അള്ളാഹു അല്ല. വൈൻ സമ്മൗഹു ബിഹി, അവർ അള്ളാഹ് എന്ന് പേരുച്ചരിച്ച് കൊണ്ടായാലും ശരി അത് നമ്മൾ വിശ്വസിക്കുന്ന യഥാർത്ഥ അള്ളാഹു അല്ല. ഇത് തന്നെയല്ലേ ഞാൻ അവിടെ പറഞ്ഞത്, ഷറഹ് മുസ്ലിമിലുള്ള ഇബാറത്താണ്. എന്നിട്ട് ആ പ്രസംഗത്തിൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ആധുനിക അറബികളായ ക്രൈസ്തവർ ചിലപ്പോൾ അള്ളാഹ് എന്ന് ഉച്ചരിച്ചേക്കാം. അറബി ബൈബിളിന്റെ ഞാൻ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ. ഗോഡ് എന്ന ഇംഗ്ലീഷിലുള്ള ആ വേർഡിനെ അറബി ബൈബിളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അള്ളാഹ് എന്ന പദം അറബി ബൈബിളിലും ഉപയോഗിച്ചതായി കാണാം. അതുകൊണ്ട് അവർ അള്ളാഹുവിൽ വിശ്വസിക്കുന്നോ? നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നു എന്നാണ് അതിനർത്ഥം. പൊട്ടത്തരം പറയുമ്പോൾ അല്പമെങ്കിലും ഒരു ഇസ്ലാമിന്റെ ബാലപാഠം എങ്കിലും അറിയണ്ടേ സഹോദര? എന്തിനാ ഇങ്ങനെ സ്വയം അപഹാസ്യനാകുന്നത്? ഇനി ബാക്കി നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ഇനിയുമുണ്ട് അബദ്ധങ്ങൾ. അദ്ദേഹം ഒറ്റ തെളിവ് പറയാൻ വേണ്ടി പോവുകയാണ്. കൂടുതൽ ആയത്ത് ഹദീസ് ഒന്നും വേണ്ട, ഒറ്റ തെളിവ്. ആ തെളിവോടെ എല്ലാവരും അങ്ങോട്ടേക്ക് തക്ബീർ ചൊല്ലി പാസ്സാക്കിക്കോണം. എന്റെ പൊന്നു സഹോദര, ഒരു സദസ്സിനെ അഭിമുഖീകരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ലളിതമായ സരളമായ രീതിയിൽ അവർ അവതരിപ്പിക്കുക എന്നത് ഒരു പ്രഭാഷകന്റെ, മികച്ച പ്രഭാഷകന്റെ ഒരു റോളാണ്. അവിടെ നമുക്കറിയുന്ന ഇൽമൊക്കെ വാരി വിളമ്പാനുള്ളതല്ല. അതുകൊണ്ട് ഖുർആനിൽ തെളിവില്ല എന്നാണോ? ഞാൻ ഖുർആനിൽ നിന്ന് വായിച്ചിട്ട് ഞാൻ അവിടെ പരാമർശിച്ച വിഷയത്തിന് തെളിവ് ഞാൻ പറയാൻ പോവാണേ. ഇനി നിങ്ങൾ വീഡിയോ ചെയ്യുകയാണെങ്കിൽ അതിനെയും കൂടി വ്യക്തമായി ജനങ്ങൾക്ക് വായിച്ചു കൊടുക്കണം. നിങ്ങൾ തടി തപ്പരുത്, വെറുതെ ഒന്ന് ട്രോളി പോയിട്ട് കാര്യമില്ല. ദീൻ, അള്ളാഹുവിന്റെ ദീന് വെച്ചുകൊണ്ട് നിങ്ങൾ സ്വയം അപഹാസ്യനാവരുത്. ഞാൻ നിങ്ങൾക്ക് തെളിവ് തരാം, നോക്കിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, സൂറത്തുൽ വാഖിഅയിലെ 47-ാമത്തെ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം وكانوا يقولون أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون. ഇത് ഒരു ആയത്ത് മാത്രമാണ്. ഇങ്ങനെ ഏകദേശം 10ഓളം ആയത്തുകൾ തന്നെ സത്യനിഷേധികളുടെ അവസ്ഥകൾ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആനിൽ. ഇനിയുമുണ്ട് ആയത്തുകൾ. എന്താണ് ഈ ആയത്തിന്റെ ഇതിവൃത്തം? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ എല്ലാം സത്യാദർശത്തിലേക്ക് ക്ഷണിച്ചു. ആ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന, നമുക്ക് അറിയിച്ചു തന്ന അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിലല്ല അവർ വിശ്വസിച്ചത് എന്നതിനുള്ള തെളിവാണ് എന്ത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പരിഹസിക്കും. എന്ത് വിഷയത്തിൽ? പുനർജന്മം എന്ന ഒന്ന് ഇല്ല.
അതിന് കഴിവുള്ള അള്ളാഹു അല്ല. ഈ പ്രപഞ്ചത്തിന്റെ സ്രഷ്ടാവ് അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ യഥാർത്ഥ സ്രഷ്ടാവ് പുനർജന്മം നടത്തുന്നവനാണ്, അതിനുള്ള കഴിവുള്ള ആളാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ പുനർജന്മം ഇല്ല, അതിനുള്ള കഴിവ് പ്രപഞ്ചനാഥന് അവർ വിശ്വസിക്കുന്ന അള്ളാഹുവിന് ഇല്ല എന്ന് അവർ ആണയിട്ട് പറയുന്നു. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സഹാബികളെയും പല വേളകളിലും ഈ ഒരു വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നു. ഇനി നിങ്ങൾ പറയൂ, അവർ വിശ്വസിക്കുന്ന അള്ളാഹു നമ്മുടെ അള്ളാഹു ഒന്നാണോ? പുനർജന്മത്തിന് കഴിവില്ലാത്ത അവരുടെ അള്ളാഹ്, പുനർജന്മത്തിന് കഴിവുള്ള വിശ്വസിക്കുന്ന നമ്മുടെ അള്ളാഹ്, ആ രണ്ട് അള്ളാഹും ഒന്നാണോ? ഖുർആൻ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ആയത്തുകളുണ്ട്. ഞാൻ സമയം ദീർഘിപ്പിക്കേണ്ട എന്ന് കരുതിയിട്ട് ഒരു ആയത്ത് മാത്രം മതിയതാണ്. അനേകം ആയത്തുകൾ, ഒരുപാട് ആയത്തുകൾ ഈ വിഷയമായിട്ടുണ്ട്. പുനർജന്മത്തെ അവർ നിഷേധിക്കുന്നതായിട്ട്. പിന്നെ എങ്ങനെ അവരുടെ അള്ളാഹു നമ്മുടെ അള്ളാഹു ഒന്നാകും? അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഇൽമിയായിട്ട് എന്തെങ്കിലും ഒരു വിവരമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിലും മതി ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ എടുത്ത് സംസാരിക്കാൻ. ദയവ് ചെയ്ത് നിങ്ങളുടെ പൊട്ടത്തരം ഏതെങ്കിലും ഒരു ചതുർഭിത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് സാധാരണക്കാരുടെ ഈമാന് ബാത്തിലാക്കാൻ നിൽക്കരുത് എൻ്റെ പ്രിയപ്പെട്ട സഹോദര. സഹോദരങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു മുസ്ലിയാർ എന്താ പറഞ്ഞു വെച്ചത് എന്ന്. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ലോ, ആ മഹാനായ നമ്മുടെ നേതാവ് അഡ്ജസ്റ്റ് ചെയ്തു. എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടിയാ വന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നടത്താൻ വേണ്ടി ആണല്ലോ. ആ റസൂലുള്ള മക്കാ മുശ്രിക്കുകൾ ഏതോ ഒരു അള്ളാഹുൽ, സാങ്കല്പിക അള്ളാഹുലാണ് അവർ വിശ്വസിക്കുന്നത്. ആ അള്ളാഹുവിന്റെ പേര് ബിസ്മില്ല എന്ന് എഴുതി എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് പ്രവാചകൻ അംഗീകരിച്ചു. എന്നിട്ട് അലി റളിയല്ലാഹുവിനോട് എഴുതാൻ വേണ്ടി പറഞ്ഞു എന്നാണല്ലോ പറഞ്ഞു വെച്ചത്. വേറെ ഏതോ ഒരു അള്ളാഹുലാണ്. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ വേണ്ടി പറയുമോ? അതെ, ഇദ്ദേഹം ഞാൻ പിന്നെ സുൽഹുൽ ഹുദൈബിയുടെ ഒരു സംഭവം പറഞ്ഞു. ആ വിഷയത്തെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിച്ചു എന്നൊരു ചോദ്യം. ഭയങ്കര ചോദ്യം തന്നെയാണ്. അദ്ദേഹം അറിയാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. പക്ഷെ അദ്ദേഹം ഒരു ആക്ഷേപിക്കുന്നു എന്നതല്ലാതെ മറ്റൊന്നും അതിലില്ല. എന്നാലും സാധാരണക്കാർക്ക് വേണ്ടി ഞാനത് വിശദീകരിച്ച് തരാം. സുൽഹുൽ ഹുദൈബിയുടെ സംഭവം എന്ന് പറയുന്നത്, സുൽഹുൽ ഹുദൈബിയുടെ സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. കാരണം മുസ്ലിങ്ങൾക്ക് ആ ഒരു സുൽഹുൽ ഹുദൈബിയ നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഒരുപാട് ഭവിഷ്യത്തുകൾ വന്നേനെ. അപ്പൊ വളരെ പ്രസക്തമായ അല്ലെങ്കിൽ വളരെ ഒരു അസന്നിഗ്ധ ഘട്ടമായിരുന്നു സുൽഹുൽ ഹുദൈബിയയുടെ സംഭവം എന്ന് പറയുന്നത്. അപ്പൊ ഇദ്ദേഹം ചോദിക്കുന്നത്, ആ ഹദീസ് ഞാൻ പറഞ്ഞ സമയത്തെങ്കിലും അല്പം ഒന്ന് ആ ഹദീസെങ്കിലും കണ്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ചോദ്യം അദ്ദേഹം ചോദിക്കില്ലായിരുന്നു. കാരണം നമ്മൾ സമയം കൂടുതലായി പോകരുത് എന്ന് വെച്ച് ഹദീസ് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമാണ് ഞാൻ. ആ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയും കൂടി പറയുന്നുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂർണ്ണ നാമം എഴുതുന്ന സമയത്ത് മുഹമ്മദുൻ റസൂലുള്ളാഹ് എന്ന് എഴുതാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുത്തുകാരനായ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിന് ഓർഡർ കൊടുത്തപ്പോൾ ആ ശത്രുപക്ഷത്ത് നിന്ന് വന്ന പ്രതിനിധി അതിനെയും വിസമ്മതിച്ചു. ആ ഹദീസിൽ അതും കൂടിയുണ്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മുഹമ്മദുൻ റസൂലുള്ളാഹ് അത് പറ്റൂല, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാ, അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് അത്ര മതി എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അലിയെ ഓക്കെ റസൂലുള്ളാഹ് എന്ന് മായ്ച്ചു കളഞ്ഞേന്ന്. നിങ്ങൾ നോക്കിയേ. അപ്പൊ ഇദ്ദേഹത്തിന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരു അല്പമെങ്കിലും ജ്ഞാനമില്ലാത്ത വിവരമില്ലാത്ത ആളാണെങ്കിൽ ചോദിക്കും റസൂലുള്ളാഹ് എന്നതിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു, അപ്പൊ റസൂലുള്ളാഹ് ഞാൻ റസൂലല്ല എന്ന് അംഗീകരിച്ചോ? ഭയങ്കര ചോദ്യം തന്നെ. എന്റെ പൊന്നു സുഹൃത്തെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട്ടുവീഴ്ച ചെയ്തത് ബിസ്മില്ല എന്ന് എഴുതുമ്പോഴും റഹ്മാനുർ റഹീം എന്നത് ഉപേക്ഷിച്ചിട്ട് അവർ വിശ്വസിക്കുന്ന പോലെയുള്ള അള്ളാഹുവിനെ അംഗീകരിച്ചത് കൊണ്ടല്ലത്. ആ സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള അസന്നിഗ്ധ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് അവിടെ ഒരു പാഠം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഐഡിയോളജിയുടെ അല്ലെങ്കിൽ തൗഹീദിന്റെ യഥാർത്ഥ അടിസ്ഥാന വിശ്വാസത്തിന്റെ വിഷയത്തിലുള്ള നിലപാട് എന്താണെന്ന് സൂറത്തുൽ കാഫിറൂൻ എന്ന് പറയുന്ന ഒരൊറ്റ ചെറിയ സൂറത്തിന്റെ പശ്ചാത്തലവും അത് ഇറങ്ങാനുള്ള കാരണവും അതിന്റെ അർത്ഥങ്ങളും മനസ്സിലാക്കിയാൽ തന്നെ ഇങ്ങനെയുള്ള പൊട്ടത്തരം ഒരു മുഅ്മിൻ ഒരിക്കലും ചോദിക്കില്ല. നമ്മുടെ നിലപാടും സുന്നത്ത് ജമാഅത്തിന്റെ നിലപാടും ഇത് തന്നെയാണ്. ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വിട്ടുവീഴ്ച ചെയ്തത്. ഇനി ആ വിട്ടുവീഴ്ച ചെയ്യുമ്പോഴും ബിസ്മില്ല എന്ന് എഴുതിയാൽ എന്താണ് കുഴപ്പം? കാരണം ഞാൻ ബിസ്മില്ല എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന അള്ളാഹുവിനെ ഞാൻ ഉദ്ദേശിച്ചാൽ മതിയല്ലോ. അവർ ഉദ്ദേശിക്കുന്നത് അവരുടേതായി പാടായി. നമ്മൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിസ്മില്ല എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് കുഴപ്പം? ഇത് അല്പമെങ്കിലും ഒരു നമ്മുടെ ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കിട്ടുന്ന ഉത്തരമല്ലേ ഉള്ളൂ. ഇനി നിങ്ങൾക്കൊരു റാഹത്തില്ലേ? മറുപടി ഞാൻ പറഞ്ഞുതരാം. ശറഹ് മുസ്ലിമിൽ അതിനും വിശദീകരണം ഇമാം നബവി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? വ ഇന്നമാ വാഫഖഹും ഫീ ഹാദിഹിൽ ഉമൂരി
ഇങ്ങനെയുള്ള അസന്നിഗ്ധ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തതിന്റെ ഉദ്ദേശം ലിൽ മസ്ലഹത്തിൽ മുഹിമ്മത്തിൽ ഹാസിലത്തി ബിസ്സുൽഹ്, ഈ ഒരു സുൽഹു കൊണ്ട്, ഈ ഒരു ഉടമ്പടി കൊണ്ട് വലിയ മസ്ലഹത്ത് അവിടെ നടക്കാൻ പോകുന്നുണ്ട്. അതിനു വേണ്ടിയാണ് ഇങ്ങനെയുള്ള വിട്ടുവീഴ്ചകളെ കൊണ്ട് ദീനിന്റെ ആദർശത്തിനോ മറ്റോ ഒരു വിള്ളലും സംഭവിക്കാൻ പോകുന്നില്ല. ഇതാണ് നമ്മുടെ ആദർശം. പിന്നെ എൻ്റെ സഹോദരങ്ങളെ, ഇദ്ദേഹം 13 മിനിറ്റോളം പ്രസംഗിച്ചു. ഈ 13 മിനിറ്റ് പ്രസംഗിക്കുമ്പോൾ ഞാൻ അവിടെ തുടക്കത്തിൽ തന്നെ ഒരു വെല്ലുവിളി നടത്തിയിരുന്നു. അതിനെപ്പറ്റി ഒരക്ഷരം സംസാരിക്കുവാനോ പരാമർശിക്കാനോ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഇനി ഒരൊറ്റ വഹാബി പ്രസ്ഥാനക്കാർക്കോ അല്ലെങ്കിൽ ആർക്കും അതിനെ ഏറ്റെടുക്കാൻ സാധ്യമല്ല. എന്തായിരുന്നു? KNM-ഉം വിസ്ഡം ഒക്കെ ഒരുമിച്ചിരുന്നു കൊണ്ട് അവർ ഒരു തീരുമാനാക്കട്ടെ ഞങ്ങളുടെ തൗഹീദ് എന്താണെന്ന്. എന്നിട്ട് പോരെ സുന്നികളുടെ മേൽ കുതിര കയറാൻ, അല്ലെ? ഭിന്നമായി ഇന്നിവിടെ പരിപാടി വെക്കുമ്പോൾ രണ്ടു സമസ്തയുടെയും പണ്ഡിതന്മാരും അതിന്റെ പ്രവർത്തകരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടെ ഒരു പരിപാടി വെക്കുമ്പോൾ ആ പരിപാടി തന്നെ ഞങ്ങളുടെ തൗഹീദ് അചഞ്ചലമാണ് എന്നതിന്റെ തെളിവാണ്. ഇതുപോലെ ഒരു പരിപാടി ഏതെങ്കിലും KNM-ഉം വിസ്ഡമും അടങ്ങിയ ഏതൊക്കെ വ്യത്യസ്ത വിഭാഗങ്ങളുണ്ടോ, മടപൂരികളാകട്ടെ, ജിന്ന് വിഭാഗമാകട്ടെ, വിസ്ഡമാകട്ടെ, ഇവരെല്ലാവരും ചേർന്ന് കണ്ട് ഇതുപോലൊരു പരിപാടി വെച്ചുകൊണ്ട് ഞങ്ങൾക്കിടയിൽ തൗഹീദിന്റെ വിഷയത്തിൽ ഒരു ഭിന്നതയില്ല എന്ന് പറയാൻ ആർജവമുള്ളവരോട് ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഖത്തീബ് നഗറിന്റെ മണ്ണിലേക്ക്. പിന്നെ അതുപോലെ അവർ AP ഉസ്താദിന്റെയും അള്ളാഹു നമ്മുടെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കും ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. പേരുസ്താദൊക്കെ വീഡിയോ എടുത്തിട്ട് ഒരു വൈരുദ്ധ്യമാണ് എന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. പച്ചക്കള്ളമാണ്. ഞങ്ങൾ പറഞ്ഞതും AP ഉസ്താദ് പറഞ്ഞതും പേരുസ്താദ് പറഞ്ഞതെല്ലാം ഒന്നാണ്. അതിലൊരു വൈരുദ്ധ്യവുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹ് എന്ന വാക്കുകൊണ്ട് അവർ പരാമർശിച്ചാലും ഞാൻ ആയത്തോതി തെളിവ് പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവിൽ അല്ല അവർ വിശ്വസിക്കുന്നത്, നമ്മുടെ അള്ളാഹുവിനുള്ള കഴിവുകളിൽ അവർ വിശ്വസിക്കുന്നില്ല. ഞാൻ ഖുർആനിൽ നിന്ന് ആയത്തോതിയിട്ട് തെളിവ് പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് എൻ്റെ സംസാരം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ സഹോദരനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ KNM-ഓ അല്ലെങ്കിൽ വിസ്ഡമോ എന്ത് തന്നെ ആയാലും 1920 മുതൽ 2025 വരെയുള്ള നിങ്ങളുടെ അള്ളാഹിന്റെ വിഷയത്തിൽ ആദ്യം നിങ്ങളൊന്ന് തീരുമാനാക്കി. ആദ്യം കയ്യും കാലും മുളച്ച അള്ളാഹ്, പിന്നെ രണ്ടും വലത് കൈയായ അള്ളാഹ്, അങ്ങനെയുള്ള പല രൂപഭാവങ്ങളിൽ മാറ്റങ്ങൾ വന്ന നിങ്ങളുടെ അള്ളാഹ് ഉണ്ടല്ലോ. ഏതായാലും ആ അള്ളാഹിന്റെ വിഷയത്തിൽ നിങ്ങളൊന്ന് തീരുമാനാക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മുടെ അള്ളാഹിനെ പറ്റി, ഞങ്ങളുടെ അള്ളാഹിനെ പറ്റി ഞങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ല, നിങ്ങൾ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ വിഷയത്തിൽ തീരുമാനമായിട്ട് മതി എന്ന് സ്നേഹത്തോട് ഉറപ്പെടുത്താണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കബളിപ്പിക്കലിൽ ഒരൊറ്റ സത്യവിശ്വാസിയും പെട്ടുപോകരുത് എന്ന് സ്നേഹത്തോടെ ഉണർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.